SFIയെ നശിപ്പിച്ചത്, ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് വ്യക്തികൾ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള ആദർശം എന്താണ്, കമ്മ്യൂണിസം എന്താണ്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപഴകേണ്ടത്, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്താണെന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അത് പ്രാവർത്തികമാക്കാൻ തക്ക ഒരു സിസ്റ്റം ഇന്ന് SFIയിൽ ഇല്ല. ഭരിക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ കള്ള സർട്ടിഫിക്കറ്റും മറ്റൊക്കെ കൊണ്ട് തലപ്പത്ത് കയറിയ ആൾക്കാരാണ്. ഇവരൊക്കെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് SFI നന്നാവുക? ഞാൻ ആ ഒരു പ്രസ്ഥാനത്തല്ല കുറ്റപ്പെടുത്തുന്നത്, വ്യക്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തി ആ പ്രസ്ഥാനത്തിലൊരു ശുദ്ധികലശം നടത്തിയാൽ ചിലപ്പോൾ ആ പ്രസ്ഥാനം മെച്ചപ്പെട്ടേക്കാം. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നന്നാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തികളെയാണ് ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങൾ. ആ വ്യക്തികൾ ആ പ്രസ്ഥാനത്തിലായതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലും പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു പ്രസ്ഥാനത്തിന് എഗെയിൻസ്റ്റ് അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധി ഒട്ടുമല്ല. ഒരാൾക്കും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധി ആവാൻ സാധിക്കില്ല, ഒരു മനുഷ്യനും. അതാണ് കമ്മ്യൂണിസം. പക്ഷേ പാർട്ടി വിരോധിയാണ്. ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഈ പാർട്ടിയുടെ പേരിൽ നടത്തുമ്പോൾ പാർട്ടി വിരോധിയാണ്. അല്ലെങ്കിൽ ഈ PP ദിവ്യ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വളരില്ലല്ലോ. അവരുടെയൊക്കെ ഇത്രത്തോളമുള്ള ധാർഷ്ട്യം ഈ പാർട്ടിയുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യക്തികൾ മാറി നിന്നുകൊണ്ട് നല്ല നല്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ വ്യക്തികൾ വന്ന് എല്ലാ പാർട്ടികളെയും നന്നാക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമല്ല, കോൺഗ്രസ് ആയാലും BJP ആയാലൊക്കെ നല്ല വ്യക്തികൾ വരുന്നു, ആദർശമുള്ള വ്യക്തികൾ വരുന്നു, സമൂഹത്തിൻ്റെ നന്മ വിചാരിക്കുന്ന വ്യക്തികൾ വരുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.